أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد. أعوذ بالله من الشيطان الرجيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله വല്ലാഹു ഖൈറുൽ മാകിരീൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബലീല സംസാരിച്ചതായ വിഷയം അള്ളാഹുവിന്റെ റസൂലിന്റെ ബിഅ്സത്തിനെ കുറിച്ചും ആ ബിഅ്സത്തിൽ അവർക്കുണ്ടായതായ പ്രയാസങ്ങളെ കുറിച്ചും, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളിലേക്ക് അദ്ദേഹം സൂചന നൽകിയ ശേഷം പിന്നെ ഹിജ്റ, സന്ദർഭോചിതമായി പറയേണ്ട വിഷയമാകുന്ന ഹിജ്റയിലേക്കാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഖുതുബയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് അനുസരിച്ച് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവൻ അവരോട് ഉടമ്പടി നൽകുകയുണ്ടായി. വാനലോകത്തിൽ നിന്നിട്ട് തന്നെ ഉടമ്പടി നൽകുകയുണ്ടായി. ഭൂമിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ദൂതന്മാരുടെ കീഴിൽ നിങ്ങൾ അണിനിരക്കണം, അവരെ നിങ്ങൾ അനുസരിക്കണം. അപ്രകാരം തന്നെ ഗ്രന്ഥങ്ങൾ അറിഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളെ നിങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നൊക്കെ അല്ലാഹു ഉടമ്പടി നൽകുകയുണ്ടായി. ആ അല്ലാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാരെ ഓരോ കാലഘട്ടങ്ങളിലായി റസൂലുകളെ, മുർസലുകളെ അയച്ചു കൊണ്ടേയിരുന്നു. ഓരോ മുർസലുകൾക്കും ധാരാളം ഉമമുകൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നിട്ട് പലരും അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചവരും പലരും പാലിക്കാത്തവരും ഉണ്ടായിരുന്നു. പാലിക്കാത്ത വിഭാഗത്തെ ഓരോ കാലഘട്ടത്തിലും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ശിക്ഷിക്കുകയും അവർക്ക് ഭൂമിയിൽ വെച്ചിട്ട് തന്നെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യാറായിരുന്നു പതിവ്. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റിസാലത്തിനെ സമാപിച്ചത് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ്. അവരുടെ ഉമ്മത്തും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് പരലോകത്തിൽ വരുന്ന, പരലോകത്തിൽ ഹാജരാക്കപ്പെടുന്ന, പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗമാകുന്ന ആ ഉമ്മത്തുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളാണ്. അതേ ആ ഉമ്മത്തുകൾക്ക് നേതൃത്വം നൽകിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വരവേൽപ്പ് ഉണ്ടായത് അവസാനത്തെ ദൂതരായിട്ടാണ്. അവസാനത്തെ ദൂതരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതായ കാലഘട്ടം വളരെ അന്തരീക്ഷം അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായ യുഗമാണ്. ആ കാലഘട്ടത്തിൽ ആർക്കും നീതി നേടിയെടുക്കാൻ സാധിക്കാത്തതായ ഒരു യുഗമായിരുന്നു. ജ്യേഷ്ഠൻ അനുജനെ, അടുത്തവരെ വധിക്കുന്നതായ കാലഘട്ടമായിരുന്നു. അക്രമവും അനീതിയുമെല്ലാം വ്യാപകമായ കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ ദൂതരായ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹിദായത്തുമായി നിയോഗിക്കുന്നത്, സന്മാർഗവുമായി നിയോഗിക്കുന്നത്, ഖുർആനുമായി നിയോഗിക്കുന്നത്, ഈ റിസാലത്തുമായി നമ്മളിലേക്ക് നിയോഗിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അവർക്ക് പ്രയാസം നേരിടേണ്ടി വരികയുണ്ടായി. ധാരാളമായി പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയുണ്ടായി. അതിന്റെ യഥാർത്ഥത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ സന്ദർഭത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഒരു അവസരത്തിൽ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഉഹദ് പോർക്കളത്തിൽ സംഭവിച്ചതിനേക്കാളും കൂടുതൽ പ്രയാസമുള്ളതായ ഘട്ടം നിങ്ങളുടെ റിസാലത്ത് ജീവിതത്തിൽ സംഭവിച്ചിരുന്നുവോ ദൂതരെ എന്ന് മഹദിയായ നമ്മുടെ നേതാവായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകിയത് നാം പലപ്പോഴും ക്ലാസ്സിലൂടെ കേൾക്കാറുള്ളതായ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്ത് അവരുടെ ഇടയിൽ അവര് അതിനെ അവഗണിക്കുകയും അതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. മക്കയിൽ എനിക്ക് പ്രയാസമുണ്ടായി. മക്കയിൽ വെച്ചിട്ട് അവരുടെ അവഗണന എന്നെ പ്രയാസപ്പെടുത്തി. അത് കാരണത്താൽ ഞാൻ മക്കയിൽ നിന്നിട്ട് തായിഫിലേക്ക് പോയതായ സന്ദർഭത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയുന്ന വാർത്ത സഹീൽ സ്ഥിരീകരിച്ചു.
വിശദീകരിക്കപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തുടരുന്നു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം റിസാലത്ത് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് തായിഫുകാരോട് ദഅവത്തുമായി ചെന്ന് അവരോട് സത്യം പറഞ്ഞ സന്ദർഭത്തിൽ അവര് അവിടെ ഉണ്ടായിരുന്നതായ നമ്മുടെ ഭാഷയിൽ റോഡ് തണ്ടികൾ എന്ന് പറയുന്ന അഥവാ സൂക്കിലുള്ളതായ വിഭാഗത്തെ, പട്ടണത്തിലുള്ള വിഭാഗത്തെ കല്ലെറിയാൻ വേണ്ടി അവിടെയുള്ള യുവാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കല്ലെറിഞ്ഞ് ആട്ടാൻ വേണ്ടി, നാട് കടത്താൻ വേണ്ടി, തായിഫിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി നാട്ടു നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവര് കല്ലെറിയാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ അബ്ദിയാലയിലേക്ക് ഞാൻ ആ കുടുംബത്തിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ, അഥവാ ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്, നിങ്ങൾ എന്നെ അനുസരിക്കണം, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ആക്രമിക്കുകയും അവരെന്നെ അവിടെ നിന്ന് ധിക്കരിക്കുകയും അവരവഗണിക്കുകയും കല്ലെറിയുകയും ചെയ്തു. അങ്ങനെ കല്ലേറ് ആരംഭിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കല്ലേറ് ആരംഭിച്ചു. അങ്ങനെ വേദന സഹിക്കവയ്യാതെ ചോര ഒഴുകുന്ന ആ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയായിരുന്നു, നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെയായി. അങ്ങനെ ഞാൻ കണ്ണു തുറന്നപ്പോൾ കല്ലേറ് കൊണ്ടതായ സ്ഥലത്തല്ല ഞാൻ ഉണ്ടായത്, വേറൊരു സ്ഥലത്താണ്, ഖർന തആലിബ് എന്ന സ്ഥലത്താണ് ഞാൻ തലപൊക്കിയത്. ആ സന്ദർഭത്തിൽ എന്റെ മുമ്പിൽ മേഘം കാണാൻ സാധിച്ചു. ആ മേഘത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ ഖൗമിൽ നിന്ന് അനുഭവിച്ച പ്രയാസത്തെ അള്ളാഹു കാണുന്നുണ്ട്. അവർ കാട്ടിയതായ ക്രൂര കൃത്യത്തെ, അവരുടെ ആക്രമണത്തെ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അള്ളാഹുനോട് ആവശ്യപ്പെടാം. അതുകൊണ്ട് എന്റെ കൂടെയുള്ളതായി ഈ മലക്കുകളോട് നിങ്ങൾ സൂചന നൽകിയാൽ മതി, അവരോട് ഞാൻ കൽപ്പിക്കുന്നതാണ്. അവരിവിടെ കാണുന്നതായ പർവ്വതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവരാണ്. ആ പർവ്വതങ്ങളെ ഇവരെ മേലിൽ വലിച്ചെറിയുവാനും അഥവാ അവർക്ക് ഖബറാക്കി മാറ്റുവാനും അവരോട് കൽപ്പിച്ചാൽ അത് ചെയ്യും. എന്ത് വേണമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യുത്തരം എന്തായിരുന്നു? അവർ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, അവർ ലോകർക്ക് അനുഗ്രഹീത മനുഷ്യനാണ്, അനുഗ്രഹീത വ്യക്തിത്വമാണ്. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മനുഷ്യരാശിക്ക് മാത്രമല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് ആസകലം അനുഗ്രഹീത മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടില്ല. അവരുടെ സന്തതികൾ നിന്നിട്ട്, മക്കളുടെ മക്കൾ നിന്നിട്ട് ആരെങ്കിലും ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടുന്നവരുണ്ടാവുകയാണെങ്കിൽ, ആരെങ്കിലും അള്ളാഹുലേക്ക് വരുന്ന, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ ഉത്തമം. അതുകൊണ്ട് നശിപ്പിക്കുക എന്നത് എന്റെ ഉദ്ദേശമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ഇവിടെ ഞാൻ നശീകരണത്തിന് വേണ്ടി വന്നതല്ല, ഇവിടെ ജനങ്ങളെ നന്നാക്കി എടുക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗത്തിലേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകുകയുണ്ടായി. അപ്പോൾ അത്രയും പ്രയാസങ്ങൾ ഈ ദഅവത്തിന്റെ തുടക്കത്തിൽ, ഈ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏൽക്കേണ്ടി വന്നു എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വന്നത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ മഹാനായ ഉർവ പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ചോദിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന്. ഉർവത്ത് ഇബ്നു സുബൈർ, അദ്ദേഹം സുബൈർ ഇബ്നുൽ അവാം എന്ന സ്വർഗ്ഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ചതായ മഹാസഹാബിയുടെ മകനാണ് എങ്കിലും പക്ഷെ അദ്ദേഹം താബിഇയാണ്. അതുകൊണ്ട് തന്നെ മക്ക വാർത്ത മൂപ്പർക്ക് അറിയുകയില്ല, മക്കയിൽ സംഭവിച്ച സംഭവവികാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരമില്ല. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ചോദിക്കുന്നത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും പ്രയാസം മക്കയിൽ വെച്ചിട്ട് സംഭവിച്ച സംഭവത്തിലേക്ക് സൂചന നൽകുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരാകുന്ന ഇസ്ലാമിന്റെ മുളിച്ചെടികളായ ആനത്തടികളുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, അല്ലാഹു ഏകനാണെന്ന് സമ്മതിക്കുക, അല്ലാഹുവിന്റെ ഏകത്വത്തെ സമ്മതിച്ചുകൊണ്ട് അവനാണ് ആരാധന, അവനാണ് പ്രാർത്ഥന, അവന് വേണ്ടിയാണ് എതിർച്ച, അവന് വേണ്ടിയാണ് അറിവ് എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം അവരോട് പറഞ്ഞപ്പോൾ അവരതിനെ അവഗണിച്ചു. അവർ
കൂട്ടാക്കിയില്ല. അവർക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതായ ദൂതർ കൊണ്ടുവന്നതായ പുതിയ തത്വം അംഗീകരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല എന്നതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. എന്നല്ലാതെ അള്ളാഹുവിന്റെ കഴിവിൽ അവർക്ക് സംശയമില്ല. അള്ളാഹുവിന്റേതാണ് കാവം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കെട്ടിയതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരുടെ നേതാവാണ്, അവരുടെ പിതാവാണ് എന്നതൊക്കെ അവർക്കറിയാം. ഇതെല്ലാം അറിയുന്നതോടുകൂടി അവർക്ക് എന്തിനാണ് വെറുപ്പ്, അത് അവർക്ക് എന്തിനാണ് അവഗണന, അവരെന്തിനെയാണ് എതിർക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ ഏകദൈവ വിശ്വാസത്തോട് മാത്രമാണ്. ആരാധന അള്ളാഹ്ക്ക് മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നല്ലാതെ നിങ്ങൾ ഇവിടെ കഅബത്തിന്റെ അകത്ത് നിക്ഷേപിച്ചതായ 360ഓളം ബിംബങ്ങൾ, ആ ബിംബങ്ങൾ എന്നിട്ട് നബിമാരുടെ ബിംബങ്ങളുണ്ട്, മഹാത്മാക്കളുടെ ബിംബങ്ങളുണ്ട്, സാലിഹ്യങ്ങളുടെ ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുനോട് ആരാധിക്കുക എന്ന തത്വം അവർക്കുണ്ടായിരുന്നു. അഥവാ മക്കാര്, മക്കയിലുള്ളതായ വിഭാഗം അള്ളാഹുവിനെ ആരാധിക്കുന്നു, അതേ സമയത്ത് അള്ളാഹുവിനോടൊപ്പം മഹാത്മാക്കളെയും സാലിഹ്യങ്ങളെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കുന്നു. അവർ ചെയ്തിരുന്ന മഹാപാപം അതായിരുന്നു. ആ പാപത്തിന് അറുതി വരുത്താൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചോദിക്കാൻ അർഹൻ, ആരാധിക്കാൻ അർഹപ്പെട്ട യഥാർത്ഥത്തിൽ ഇലാഹ് അത് അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന തത്വം പറഞ്ഞപ്പോൾ അതാണ് മക്കക്കാർ അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ട് ഈ സംഭവം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസം പറഞ്ഞ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസത്തെക്കുറിച്ച് അംർ ഇബ്നുൽ ആസ് വിവരിക്കുന്നു. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ പരിസരത്തിൽ നമസ്കരിക്കുകയായിരുന്നു. ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഹിജ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗത്ത് വെച്ചിട്ട് മക്കയിൽ ഉണ്ടായിരുന്ന ആ ഇസ്ലാമിന്റെ ഒളിച്ചെടികളായ ആ നക്ഷത്രക്കൾ എന്നിട്ട് ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കുകയുണ്ടായി, അല്ലെങ്കിൽ വസ്ത്രമിട്ട് മുറുക്കുകയുണ്ടായി. എന്നിട്ട് ഖനഖഹു ഖൻഖൻ ശദീദ, നന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോട് മല്ലിടുന്ന രംഗത്തേക്ക് എത്തിപ്പോയി. അത്രയും പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇടപെട്ടു. അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കുന്ന വിഭാഗത്തോട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, നിങ്ങൾ അല്ലാഹു എന്റെ റബ്ബാണെന്ന് പറയുന്ന ഈ വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് വധിക്കുന്നത്? അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഏൽക്കട്ടെ, അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടുകയില്ലേ എന്ന രൂപത്തിൽ അവരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഭിസംബോധന ചെയ്തപ്പോൾ ആ മഹാനായ അബൂബക്കറിനെ മക്കക്കാഫിരിങ്ങൾ ഈ റസൂലുള്ളാഹിന്റെ കഴുത്ത് മുറുക്കിക്കൊണ്ട് കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി പ്രയാസപ്പെടുത്തുന്ന ആ വിഭാഗം അബൂബക്കറിലേക്ക് ആഞ്ഞടിച്ചു, അബൂബക്കറിനെ ആക്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിലം പതിക്കുകയും ചെയ്തു, ബോധശിയാവുകയും ചെയ്തു. അങ്ങനെയുള്ള രംഗത്തിലേക്ക് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സൂചന നൽകുകയുണ്ടായി. ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മോട് ഓതുന്നത് എന്താണ്? പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നാം ഉൾക്കൊള്ളുന്നതായ ഈ പ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ ലോകവ്യാപകമാക്കാൻ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചപ്പോൾ സംഭവിച്ചതായ സംഭവ വികാസങ്ങൾ, അങ്ങനെ പ്രയാസങ്ങൾ അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മക്ക വിടാൻ വേണ്ടി അനുവദിച്ചു. അങ്ങനെ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തീരുമാനിച്ചു. അപ്പോഴും മക്കക്കാർ വിട്ടില്ല. അപ്പോൾ അവര് ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന്റെ പിന്നിൽ വേണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മക്കയോട് വിടവാങ്ങലിനെ അന്വേഷിക്കാൻ വേണ്ടി സിഡിമാരെയും അന്വേഷകരെയും വിട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു, സീറയുടെ ഗ്രന്ഥത്തിൽ കാണുന്നു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട് വളഞ്ഞു. അതിനു മുമ്പായിട്ട് അവർ പ്ലാനിംഗ് പരിപാടി നടത്താൻ വേണ്ടി യോഗം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വധിക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. ആ സംഭവത്തിലേക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൂചന നൽകിയത്. ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ ഇത് യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ചെയ്തതായ സന്ദർഭത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ദൂതർക്ക് സംഭവിച്ചതായ, നിങ്ങളുടെ നേതാവിന് സംഭവിച്ചതായ സംഭവ വികാസങ്ങളും പ്രയാസങ്ങളിലേക്കും നിങ്ങൾ കണ്ണോടിക്കണം. എന്നിട്ട് അതിൽ നിന്നിട്ട് പാഠം പഠിക്കണം എന്നുള്ള പറയും പോലെ ഒന്നിരിക്കലോ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം മുഹമ്മദ് നബിയെ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ അവരെ വധിക്കണം, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ അവരെ നാടുകടത്തണം. അങ്ങനെയുള്ള തീരുമാനിച്ചതായ സന്ദർഭത്തിലേക്ക് അള്ളാഹു സൂചന നൽകി. അതിനെക്കുറിച്ചാണ് ദാറുൻ നദ്വയിൽ വെച്ചിട്ട് അബൂജഹലും അവന്റെ കൂട്ടുകാരും കൂടി യോഗം കൂടിയതായ ആ സംഭവ വികാസങ്ങളിലേക്ക് കുതുബ് സിയറിൽ അഥവാ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ പറയുന്നതായ ഗ്രന്ഥങ്ങളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ആ വിവരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നതായ ഭാഗങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. അങ്ങനെയുള്ള സംഭവത്തിലേക്ക് അള്ളാഹു സൂചന നൽകിയപ്പോൾ അള്ളാഹു പറയുന്ന ശൈലി എന്താണ്? വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ വിവരം പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവര് കുതന്ത്രര മന്ത്രങ്ങൾ നടത്തുകയാണെങ്കിൽ, ഏത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലഘട്ടങ്ങളിലും കുതന്ത്ര തന്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തുകയാണെങ്കിൽ വയംകുറുല്ലാഹ്, അതിനേക്കാളും ശക്തിയായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെ കണ്ട് അതിനെ തകർത്താൻ, അതിനെ തരിപ്പണമാക്കാൻ, അതിനെ പരാജയപ്പെടുത്താനുള്ളതായ എല്ലാ പോൺവഴികളും എല്ലാ മാർഗങ്ങളും അള്ളാഹും ചെയ്യുന്നുണ്ട് എന്നതിലേക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശദീകരിച്ചു ഈ ആയത്തിന്റെ സമാപനത്തിൽ. അങ്ങനെയുള്ള ഹിജ്റ സംഭവത്തിലേക്കായിരുന്നു മക്ക ഇമാമ് പിന്നെ സൂചന നൽകിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ അള്ളാഹു മുമ്പ് തന്നെ സൂറത്ത് ഇസ്രായിൽ പഠിപ്പിച്ചതായ ആ ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ എന്ന ആയത്തും, അതുപോലെ തന്നെ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന ആയത്തൊക്കെ ആ സൂറത്തുൽ ഇസ്രായിൽ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയതായ ആ വിജയത്തിലേക്കും അള്ളാഹു നൽകിയതായ ഫതഹിലേക്കും അള്ളാഹു ഓർഡർ നൽകിയതായ ആ ഹിജ്റയിലേക്കും എല്ലാം സൂചന ആയത്തിൽ കാണാവുന്നതാണ്. അതൊക്കെ ഇവിടെ സ്മരണീയവുമാണ്. അതെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ടതായ രംഗത്തിലും പ്രയാസങ്ങൾ ഒഴിവായില്ല. അവിടെയും പ്രയാസങ്ങൾ ഉണ്ടായി. ശത്രുക്കൾ ബേക്കിൽ കൂടി റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. വധിക്കാൻ വേണ്ടി അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ അവര് മക്കക്കാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വീണ്ടും യോഗം കൂടി എന്ത് വേണമെന്ന് തീരുമാനിച്ചു. 100 ഒട്ടകം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് കേട്ടതായ മാത്രയിൽ ഉടനെ തന്നെ അവർ തീരുമാനിച്ചു, ആ മുഹമ്മദ് നബിയെ അവരെ ജീവനോട് കൂടിയോ മരണപ്പെട്ട രൂപത്തിലോ എങ്ങനെയാണെങ്കിലും കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സൗര്യമായി അവിടെ നിന്ന് മക്കയിൽ താമസിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ പ്രയാസമില്ലാതെ സുരക്ഷിതത്വത്തോടു കൂടി മദീനയിലേക്ക് വരാനും സാധിച്ചില്ല. അവിടെയും ശത്രുക്കൾ പിടികൂടി. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബേക്കിൽ അവരുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ ദ്രോഹിക്കാൻ, റസൂലുള്ളാഹിനെ മർദ്ദിക്കാൻ, റസൂലുള്ളാഹിനെ ജീവനോട് കൂടിയോ അല്ലെങ്കിൽ അല്ലാത്ത രൂപത്തിലോ എങ്ങനെയെങ്കിലും അവരെ ലഭിക്കുകയാണെങ്കിൽ അവരെ പിടികൂടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കക്കാരെ ബേക്കിൽ കൂടി. ആ സംഭവങ്ങളിലേക്കെല്ലാമാണ് മക്ക ഇമാം എന്ന് സൂചന നൽകിയത്. മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബലീല എന്ന ഖതീബ് അദ്ദേഹം സൂചന നൽകിയതായ ആ വിശാലമായ വിവരങ്ങളിലേക്ക് നമുക്കിപ്പോൾ നീങ്ങാൻ സമയമില്ല. കാരണം മദീനയിലുള്ള ഖുതുബയിലേക്ക് നമുക്ക് ചെല്ലേണ്ടതുണ്ട്. ഏതായാലും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മുഹറം മാസം വരുമ്പോൾ മുസ്ലിംകളുടെ സ്മരണയിൽ ഉദിക്കേണ്ടത് എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് ഹിജ്റ വന്നതായ അവരുടെ പ്രയാസ റിസാലത്ത് ജീവിതത്തിന്റെ വഴിത്തിരിവിലേക്ക് സൂചനയാണ്. അങ്ങനെയുള്ള ആ സൂചന നമ്മുടെ മുമ്പിൽ ലഭിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ നമുക്കും നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതത്തെ, ഈ വിശുദ്ധ ആദർശത്തെ, ഈ വിശുദ്ധ പ്രസ്ഥാനത്തെ ലോകവ്യാപകമാക്കുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി പ്രബോധനം ചെയ്യുന്നവർക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർക്കും അതിനുവേണ്ടി ഗ്രന്ഥരചന നടത്തുന്നവർക്കും അതിനുവേണ്ടി ക്ലാസ് നടത്തുന്നവർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ആരുണ്ടോ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രൂപത്തിൽ അവർക്കെല്ലാം എന്ത് സംഭവിക്കേണ്ടി വരും? പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രയാസങ്ങൾ റസൂലും സഹാബത്തും അനുഭവിച്ചതുപോലെ, അത് സ്വീകരിച്ചതുപോലെ, അതിൽ ക്ഷമ കൈക്കൊണ്ടതുപോലെ എല്ലാവരും ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന പ്രബോധകന്മാരുടെ ബാധ്യതയാണ്, ചുമതലയാണ് അവരും ക്ഷമ കൈകൊള്ളുക. എന്തുകൊണ്ട്? ഇന്ന മഅൽ ഉസ്രി യുസ്ര. എത്ര പ്രയാസം ഉണ്ടായിരുന്നാലും പ്രയാസങ്ങളുടെ അവസാനം, അന്ത്യം അത് എന്താണ്? അത് വിജയമാണ്, അത് സന്തോഷമാണ്. ഒന്നിരിക്കലോ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സന്തോഷിക്കാനുള്ള ചുറ്റുപാട് ദായികൾക്കും പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും ലഭിക്കും, റസൂലുള്ളാഹിക്കും സഹാബാക്കൾക്കും ലഭിച്ചതുപോലെ. അല്ലെങ്കിൽ ഇവിടെ ലഭിച്ചില്ലെങ്കിൽ തന്നെ പരലോകത്തിൽ പ്രതിഫലം ലഭിച്ചുകൊണ്ട് അവിടെ അള്ളാഹു തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഏതായാലും മക്ക ഇമാം സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ ആ ഹിജ്റയിലൂടെ നാം പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയും അതിൽ നിന്നിട്ട് നാം പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയുമാണ് മക്ക ഇമാം യഥാർത്ഥത്തിൽ ഈ സംഭവത്തിലേക്ക് സൂചന നൽകിയത്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നിങ്ങൾക്ക് ഖുർആൻ ഇറക്കിയതായ അല്ലാഹു നിങ്ങളെ ആ വിശുദ്ധ മക്കയിലേക്ക് മടക്കുക തന്നെ ചെയ്യുമെന്നതായ സന്തോഷവാർത്ത മുമ്പ് തന്നെ ലഭിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് തന്നെയാണ് സൂചന. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്
ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക റിപ്പബ്ലിക്കിന് മുമ്പായിട്ട് മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉംറ ചെയ്യാൻ വരുവാനും മക്കയിലേക്ക് പ്രവേശിക്കുവാനും തലമുടി കളഞ്ഞവരായിട്ടോ അല്ലെങ്കിൽ മുടി വെട്ടിയവരായിട്ടോ ഉംറ ചെയ്ത് ഉംറയിൽ നിന്നിട്ട് ഒഴിവാകുവാനുമുള്ള ചാൻസ് ലഭിക്കുമെന്നതിലേക്കുള്ളതായ ഹിനാവിലൂടെയുള്ള സന്തോഷ വാർത്ത അള്ളാഹു നൽകിയിരുന്നു. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ് ഫത്ഹുൻ ഖരീബ്, അടുത്ത് തന്നെ ഒരു ഫത്ഹ് വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആ വിശാലമായ മക്ക ഫത്ഹ് അവസാനം സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസപ്പെട്ടതിന് ശേഷം, മക്കയോട് വിട വാങ്ങിയതിന് ശേഷം, മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം മദീനയിൽ 8ഓളം വർഷങ്ങൾ അവിടെ പ്രബോധനം ചെയ്ത് ധാരാളം പോരാട്ടങ്ങളും യുദ്ധങ്ങളും ചെയ്ത് പിന്നെയാണ് ഹിജ്റയുടെ 8ാം വർഷത്തിൽ മക്ക റിപ്പബ്ലിക്കുമായിട്ട് മക്കയിലേക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതനുസരിച്ച് മടങ്ങാനുള്ള ചാൻസ് അള്ളാഹു നൽകിയത്. അങ്ങനെയുള്ള ചാൻസ് നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിച്ചു എന്ന വാർത്ത വിട്ടുകിടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രത്യേക പോയിന്റ് ഉണ്ട്, പ്രത്യേക പാഠമുണ്ട്. അതെന്താണ്? എപ്പോഴും ഏത് കാലഘട്ടത്തിലും നമുക്ക് പ്രയാസം വന്നാൽ ആ പ്രയാസം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതല്ല. ആ പ്രയാസം ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹ് തീരുമാനിച്ചതുപോലെ ഉണ്ടാകുന്നതും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നമ്മോട് വിടവാങ്ങുന്നതുമാണ്. അതുകൊണ്ട് ആരും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ മാരകമായ രോഗത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വൈറസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രയാസപ്പെടരുത്. അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഒരു വൈറസിൽ കൂടി മാത്രം ലോകത്തെ കിളിക്കാൻ അള്ളാഹു സാധിക്കുമെന്ന കഴിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തതായ ഒരു മഹാ ഇബ്തില ആണ് നമ്മളിൽ വിട്ടുകടന്നത്. പക്ഷേ ആ ഇബ്തില, ആ പരീക്ഷണം അത് എന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നതല്ല എന്നും നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയിലൂടെ അഥവാ ഹിജ്റ വർഷത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടായ ഹിജ്റയിലൂടെ സ്വന്തം ജന്മഭൂമിയോട് വിടവാങ്ങേണ്ടി വന്നു. കരഞ്ഞിട്ട് വിടവാങ്ങി. അള്ളാഹുവിന്റെ റസൂൽ മക്കയോട് വിടവാങ്ങിയപ്പോൾ, അല്ലയോ മക്കയെ, നിന്നോട് ഞാൻ വിടവാങ്ങാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ ഇവിടെ നടപ്പാക്കാൻ, ഇവിടെ പ്രചരിപ്പിക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ വിടവാങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയതായ ആ റസൂലിന് വീണ്ടും വിജയം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയെയും അതിന്റെ പരിസരത്തെയും റസൂലുള്ളാഹിന്റെ കീഴിലാക്കി. എന്നിട്ട് അവസാനം മക്കയിലേക്ക് തന്നെ വരാനുള്ളതായ ചാൻസ് നൽകി. മക്കയിൽ വാങ്ങി വിളിച്ചു. മക്കയിൽ കഅബത്തിന്റെ അകത്തുള്ളതായ ബിംബങ്ങളെ തകർത്തി, അവകളെ തെരിപ്പണമാക്കി. ഇനിമേൽ അവരെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ആ മഹാത്മാക്കളെ, ആ സാലിഹ്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ബിംബങ്ങളെ മധ്യത്തിൽ വെച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് നാമവശേഷപ്പെട്ടു. അത് അതിന് അന്ത്യം കുറിച്ചു. അതിനിമേലിൽ പാടുള്ളതല്ല എന്നതായ തത്വം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്ക ഫതഹിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു, സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ വിജയം നേടിയെടുക്കുവാനും റസൂലുള്ളാഹിക്ക് നൽകിയതായ ആ സംഭവ വികാസത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം, നമ്മുടെ മുമ്പിൽ ഏത് കാലഘട്ടത്തിലും എന്ത് പരീക്ഷണങ്ങൾ വരികയാണെങ്കിലും അതിനെല്ലാം ഒരു അന്ത്യമുണ്ട്, അതിനെല്ലാം ഒരു അവസാനമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഈ പരീക്ഷണത്തിൽ ആര് വിജയിച്ചു എന്നതാണ് പ്രശ്നം. സത്യവിശ്വാസിയാണെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിഫലം ലഭിക്കുന്നു, ക്ഷമ കൈകൊണ്ടതിന് പ്രതിഫലം ലഭിക്കുന്നു. രോഗം പിടിപെട്ട ആളാണെങ്കിൽ ആ രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ അനുഭവിച്ചത് കാരണത്താൽ അവന്റെ കഫാറത്തുൽ ദുനൂബ് അവന് ലഭിക്കുന്നു, അഥവാ അവന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മരിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ വാഗ്ദാനം ചെയ്തതുപോലെ നല്ല സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതം പരലോകത്തിൽ ജീവിക്കാൻ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ ആ ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരിച്ചാൽ ലഭിക്കുമെന്നതിലേക്കുള്ള സൂചനയും നാം കേട്ടിട്ടുണ്ട് ഹദീസുകളിലൂടെ. അപ്പോൾ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേ ഇല്ല. ഈ ഹിജ്റ എന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഹിജ്റ എന്നത് ലോകത്തിലുള്ള മുസ്ലിങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കും അവൻ ഹിജ്റ ചെയ്തുകൊണ്ടേ ഇരിക്കണം തെറ്റുകളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുള്ള അന്തരീക്ഷത്തോട് അഥവാ ശിർക്ക് ചെയ്യുന്ന അന്തരീക്ഷമാകുന്ന മക്കയോട് ഹിജ്റ പോയി. എന്നിട്ട് ആ മക്കയിലേക്ക് തൗഹീദ് സ്ഥാപിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതഹാക്കാനുള്ള ചാൻസ് നൽകി. അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ആ രൂപത്തിലുള്ളതായ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ പോക്കില്ല. മറിച്ച് ഇനി നമ്മുടെ മുമ്പിൽ ഖിയാമത്ത് നാൾ വരെ ശേഷിക്കുന്ന ഹിജ്റ എന്താണ്? അങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങളും ചുറ്റുപാടുകളും ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇസ്ലാമിന്റെ ഷായിറുകൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചുറ്റുപാടും അന്തരീക്ഷവും പ്രയാസം വരികയാണെങ്കിൽ ഹിജ്റ പോകുന്നുണ്ട്
വിരോധമില്ല. അവർക്ക് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ നടപ്പാക്കാൻ പറ്റുന്നതായ അന്തരീക്ഷത്തിലേക്ക് ഹിജ്റ പോകുന്നത് കൊണ്ട് വിരോധമില്ല. അതേ സമയത്ത് നമ്മുടെ കൂടെ തന്നെ കൂടപ്പറപ്പായി നിൽക്കുന്ന ഒരു ഹിജ്റയുണ്ട്. അതെന്താണ്? എപ്പോഴും നാം തെറ്റുകളോട് ഹിജ്റ പോവുക. റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയാണ് അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു വറസൂലുഹു. യഥാർത്ഥത്തിൽ ഹിജ്റ, ശേഷിക്കുന്ന ഹിജ്റ അത് എന്താണ്? ഒരു മുസ്ലിം അവനോട് അല്ലാഹ് വിരോധിച്ചതിനെ തൊട്ട് വിടവാങ്ങുക, അവകളോട് ഹിജ്റ പോവുക. ആ ഹിജ്റ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ടുള്ളതായ ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയുള്ള ഹിജ്റ നാം ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ അർവാഹുകൾ അള്ളാഹുലേക്ക് ഹിജ്റ പോവുക എന്ന ഈ ഹിജ്റ നമ്മളിൽ കൂടപ്പുറപ്പായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നാം ഇപ്പോൾ പോകുന്നത് എവിടേക്കാണ്? അള്ളാഹുലേക്കാണ്. നാം ഇപ്പോൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് എവിടേക്കാണ്? അള്ളാഹുലേക്കാണ്. നമ്മുടെ നിമിഷങ്ങൾ, നമ്മുടെ ആയസ്സുകൾ, നമ്മുടെ വയസ്സുകൾ നമ്മളോട് വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുലേക്ക് നാം പോകുന്നതായ ഈ പോക്കിലേക്കുള്ള ഒരുക്കമാണ്, ആ പോക്കിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ഹിജ്റയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്ന് മക്ക ഇമാമിന്റെ ഖുതുബയുടെ സമാപനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മദീന ഇമാം ഇന്ന് വളരെ വിശദമായിട്ട് സംസാരിച്ചു ഇത്തിആദി എന്ന ഇഅ്തിബാറി എന്ന വിഷയത്തിൽ. അത് മുഴുവനും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയാണ് ഇന്ന് മദീനയിൽ സംസാരിച്ചത്. الذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈൻ പറഞ്ഞു തരികയാണ്. നാം അല്ലാഹുവിലേക്ക് എത്തണമെങ്കിൽ താഗൂത്തുകൾ ഒഴിവാക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക, അല്ലാഹു ഇറക്കിയതായ വിധിവിലക്കുകൾ നടപ്പാക്കാതിരിക്കുക. അങ്ങനെയുള്ള വിഭാഗത്തിന്റെ പേരാണ് താഗൂത്ത്. അങ്ങനെയുള്ള താഗൂത്തിനെ ഒഴിവാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ആരാധിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ചയാക്കുക, അവർക്ക് അർക്കുക, അതുപോലെയുള്ളവയെ ഒഴിവാക്കുന്ന വിഭാഗം. എന്നിട്ടോ വഅനാബു ഇലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന വിഭാഗം ലഹുമുൽ ബുശ്ര, അവർക്കാണ് സന്തോഷ വാർത്ത. ഫബശ്ശിർ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത നൽകുക മുഹമ്മദ് നബിയെ. ഇബാദ്, എന്റെ അടിമകൾ. ആരാണ് എന്റെ അടിമകൾ? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് നല്ല ഭാഗങ്ങളിലേക്ക് അവർ ചെല്ലും, അതിനെ പിൻപറ്റും, അതിനെ അവർ ജീവിതത്തിൽ പകർത്തും, അതിനെ അവര് പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ളതായ മാധ്യമമാക്കി മാറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിച്ചവർ. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവികൾ എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നത്. ഇത് പരിഗണിക്കാൻ, ഇത് കണക്കിലെടുക്കാൻ വേണ്ടിയാണ് ഇഅ്തിബാറി എന്ന വിഷയം ഇന്ന് മദീന ഇമാം ചർച്ച ചെയ്തത്. നാം നമ്മുടെ മുമ്പുള്ളതായ ഉമ്മകളിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്നിട്ട് പാഠം പഠിക്കണം. അവരുടെ ചരിത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഖുർആന്റെ നല്ലൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസ്റ്ററി പറയുകയാണ്, ചരിത്രം പറയുകയാണ്. ഓരോ സമൂഹം അള്ളാഹുവിന്റെ ദഅവത്തുമായിട്ട് നബിമാർ അവരിലേക്ക് ചെല്ലുമ്പോൾ അവരെ അവഗണിക്കുകയും ചെയ്യുന്നു. അവഗണിച്ച വിഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടാക്കാതെ ബലവെക്കാതെ ഇരുന്ന വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല കാലഘട്ടങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ആദ് ഗോത്രക്കാരെ നശിപ്പിച്ചു, സമൂദ് ഗോത്രക്കാരെ നശിപ്പിച്ചു, ഖാറൂനും ഹാമാനും ഫിറഔനും അവരുടെ സമൂഹത്തെയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. ഈ നശീകരണത്തെ കുറിച്ച് ഖുർആൻ വിശദമായി നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാഠം പഠിക്കാനുള്ള ഭാഗം അള്ളാഹു പറയുകയാണ്, ثُمَّ نُنَجِّي رُسُلَنَا وَالَّذِينَ آمَنُوا كَذَلِكَ حَقًّا عَلَيْنَا نُنْجِي الْمُؤْمِنِينَ. പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ ദൂതന്മാരെ കൊണ്ട് വിശ്വസിച്ച സത്യവിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തുന്നു. كَذَلِكَ حَقًّا عَلَيْنَا نُنْجِي الْمُؤْمِنِينَ. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സത്യവിശ്വാസികൾ ആരുണ്ടോ അവരെയെല്ലാം രക്ഷപ്പെടുത്തുക എന്ന ബാധ്യത അത് നമ്മുടേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് വിവരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നാം സത്യവിശ്വാസികളായി ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളെ ദൂരപ്പെടുത്താൻ അള്ളാഹ് ഏറ്റെടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പണ്ടുള്ളവരിൽ നിന്നിട്ട് മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തിയതുപോലെ നമ്മയും രക്ഷപ്പെടുത്തും. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവര് കുതന്ത്രം
മന്ത്രതന്ത്രങ്ങൾ ഇസ്ലാമിനെതിരിലും നബിമാർക്കെതിരിലും റിസാലത്തിനെതിരിലും നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് അവർക്ക് പാഠം പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്ന ശൈലി ഇവിടെ സ്മരണീയമാണ്. അതുപോലെ തന്നെ സൂറത്തു ശുഅറായിൽ ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം ഓരോ സംഭവത്തിന്റെ സമാപനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ശൈലിയാണ് ഇന്ന ഫീ ദാലിക ലആയ, നിങ്ങൾ ഈ കേട്ട സംഭവ വികാസങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്, അതിൽ പഠിക്കാനുണ്ട്, അതിൽ പാഠമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ബഹുഭൂരിപക്ഷവും പണ്ട് തന്നെ അങ്ങനെയാണ്. ബഹുഭൂരിപക്ഷം സ്വീകരിക്കാത്തവരാണ്, ബഹുഭൂരിപക്ഷം തൗഹീദ് ഉൾക്കൊള്ളാത്തവരാണ്, ബഹുഭൂരിപക്ഷം ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന തത്വം അംഗീകരിക്കാത്തവരാണ്, ആ തത്വത്തെ അവഗണിക്കുന്നവരാണ് എന്ന് പണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, മാന്യനാണ്, റഹീമാണ്, അനുഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാന്യനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖഹറിലൂടെ, അവന്റെ ജബറൂത്തിലൂടെ ആക്രമിച്ചവരെയും അനീതി കാട്ടിയവരെയും അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടി അവരെ ശിക്ഷിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് പാഠമാക്കി മാറ്റി. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടക്കാരെയും ആ നൂഹ് നബിയുടെ കപ്പലിനെയും ലോകർക്ക് ദൃഷ്ടാന്തമാക്കി എന്നൊക്കെ റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ്? ഇഅ്തിബാറിന് വേണ്ടിയാണ്. എന്തേ ചിന്തിക്കാത്തത്? എന്തേ നാം ആലോചിക്കാത്തത്? എന്തേ നാം പഠിക്കേണ്ട പാഠങ്ങൾ, ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം ഉൾക്കൊള്ളാത്തത്? അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂന ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അദല്ലു സബീല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? അവരെല്ലാം ബഹുഭൂരിപക്ഷത്തെ എവിടെ കാണുന്നു? നല്ലൊരു ജനാവലിയെ കാണുന്നു. എന്താണ് അവരുടെയൊക്കെ ഗെറ്റപ്പ്, അവരുടെ വസ്ത്രധാരണ, അവരുടെ ജീവിത രീതി കാണുമ്പോൾ നല്ല ബുദ്ധിശാലികളാണ്, ബുദ്ധിജീവികളാണ്, അവരൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. അല്ലാഹ് പറയുന്നു, അല്ല, ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂന, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ. എന്ത്? അവരൊക്കെ കാണുമ്പോൾ ബഹുഭൂരിപക്ഷം അവർ കേൾക്കുന്നുണ്ട്, ബഹുഭൂരിപക്ഷം സത്യം സ്വീകരിക്കുന്നുണ്ട്, ബഹുഭൂരിപക്ഷം തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ട്, ബഹുഭൂരിപക്ഷം അള്ളാഹു മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നബിമാരുടെ ബാക്കിൽ അണിനിരക്കുന്നുണ്ട് എന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇൻഹും ഇല്ലാ കൽ അൻആം, ബഹുഭൂരിപക്ഷം നൽകാലി മൃഗങ്ങളെ പോലെയാണ്. ബൽ എന്ന് മാത്രമല്ല, ഹും അദല്ലു സബീല, അവരെ നൽകാലി മൃഗങ്ങളെക്കാൾ വഴിപഴച്ചവരാണ്. അതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി എന്ന് റബ്ബ് വിവരിക്കുന്നു. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ഒരിക്കലും നമുക്ക് മാനദണ്ഡമല്ല സത്യം മനസ്സിലാക്കാൻ. നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ആരുടെ കൂടെയാണ് ഖുർആൻ, ആരുടെ കൂടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്ത്, ആരാണ് റസൂലുള്ളാഹിന്റെ ബാക്കിൽ അണിനിരന്നവര്, ആരാണ് റസൂലുള്ളാഹിന്റെ ബാക്കിൽ അണിനിരന്ന സഹാബാക്കളുടെ ബാക്കിൽ അണിനിരന്നവര്, ആരാണ് സുന്നത്ത് ചെയ്യുന്നവര്, ആരാണ് സത്യത്തിൽ അടിയുറച്ചു നിന്നവര്. ഇതാണ് നമുക്ക് മാനദണ്ഡം എന്നല്ലാതെ ബഹുഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിലും നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡമല്ല എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതാണ് ചിന്തിക്കാൻ, ആലോചിക്കാൻ, ഉൾക്കൊള്ളാൻ, ഇത്തിആദ് എന്ന പദം ഉൾക്കൊള്ളാൻ, ഇഅ്തിബാർ എന്ന പദം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, ചരിത്രത്തിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ മദീന ഇമാം ഇന്ന് മുസ്ലിം ലോകത്തെ ആഹ്വാനം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ അസാബഹു സഖമു ثم عافاه الله منه كان كفارة لذنوبه. സത്യവിശ്വാസിക്ക് അഥവാ രോഗം ബാധിച്ചു, ആ രോഗത്തിൽ അദ്ദേഹം സുഖപ്പെടുകയും ചെയ്തു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലൂടെ അദ്ദേഹത്തിന് പാപമോചനം നൽകുന്നതാണ്. അതെ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു പാപമോചനം നൽകും, അദ്ദേഹത്തിന് അത് കഫാറത്തായി മാറും. കാരണം നാം ഒക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിർത്തിയില്ല, എണ്ണി തീർക്കാൻ പറ്റാത്തതായ തെറ്റുകളാണ്, പാപങ്ങളാണ്, ദോഷങ്ങളാണ്, ചെറുതും വലുതുമായി നാം ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്, കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു കിട്ടേണ്ടത് അനിവാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നാം അപകടത്തിൽപ്പെടും, നാം പ്രയാസത്തിൽപ്പെടും. പരലോകത്തിന് വിചാരണയുണ്ട്, പരലോകത്തിൽ ചോദിക്കപ്പെടും. ചെറുതും വലുതുമായ ആരെങ്കിലും അണുവിന്റെ അത്ര ഖൈർ ചെയ്താൽ അതിനെ പരലോകത്തിൽ അവൻ കാണുക തന്നെ ചെയ്യും. അണുവിന്റെ അത്ര നന്മ ചെയ്താൽ അവൻ പരലോകത്തിൽ കാണും, അണുവിന്റെ അത്ര തിന്മ ചെയ്താൽ അവൻ പരലോകത്തിൽ കാണും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ വേണ്ടി, അള്ളാഹു നമുക്ക് മാഫി ചെയ്തു തരാൻ വേണ്ടി നാം പാശ്ചാത്തപ്പിക്കേണ്ടതുണ്ട്, നാം ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, വല്ലവർക്കും രോഗം ബാധിച്ചാൽ, ഈ ഹദീസ് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി പറയാൻ കാരണം, ഈ പ്രയാസമുള്ളതായ ഈ മാരകമായ രോഗമുണ്ടല്ലോ, പെട്ടെന്ന് വ്യാപകമാകുന്ന ഈ രോഗം പിടിപെട്ടവർക്ക് അള്ളാഹു നൽകുന്ന
എന്നതായ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ് റസൂൽ പറഞ്ഞ ഈ ഹദീസിനെ അദ്ദേഹം വിവരിച്ചത്. അതുപോലെ തന്നെ മൗഇദത്തുൽ ലഹു ഫീമാ യസ്തഖ്ബിലുഹു, അവന് ഭാവിയിൽ പാഠമായി മാറുകയും ചെയ്യുന്നു. രോഗം പിടിപെട്ടവന് അള്ളാഹു ഈ രോഗത്തിൽ അള്ളാഹു എന്നെ പരിശോധിച്ചു, എത്ര പേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു, ഈ പരിശോധനയിൽ അള്ളാഹു എന്നെ പെടുത്തി, ഇതിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ മാത്രമുണ്ട് എന്ന് അവന് മനസ്സിലാക്കാം. ഈ മനസ്സിലാക്കുന്ന വിഭാഗം ഇവന്റെ പേരാണ് യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ സത്യവിശ്വാസി. എന്നാൽ അതേ സമയത്ത് കപട വിശ്വാസികൾ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അവർക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, അവർക്ക് എന്തില്ല, അവർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, അവർക്ക് രോഗത്തിൽ നിന്നിട്ട് ശമനം കിട്ടിയാൽ തന്നെ അവർക്ക് മാഫി ലഭിക്കുന്നതല്ല. കാരണം അള്ളാഹുവിൽ അവർ വേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുനെ മാത്രം ആരാധിച്ചിട്ടില്ല, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കിയിട്ടില്ല, അർത്ഥത്തില്ല, അള്ളാഹുവിലേക്കാണ് വരമേൽപ്പിക്കേണ്ടത് പ്രശ്നമെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു സൃഷ്ടിച്ചതായ സൃഷ്ടികളിലേക്കും അള്ളാഹു സൃഷ്ടിച്ചതായ വലിയമാരിലേക്കും നബിമാരിലേക്കും മഹാത്മാക്കളിലേക്കും സാലിഹ്യങ്ങളിലേക്കും മറഞ്ഞു കിടക്കുന്ന കബറാളികളിലേക്കും ചെല്ലുന്ന വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തിൽ കബറാളികളിലേക്ക് ചെല്ലേണ്ടത് ആ കബറാളികളോട് സലാം പറയാൻ വേണ്ടിയും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആണ്, എന്നല്ലാതെ അവരോട് ചോദിക്കാൻ വേണ്ടിയല്ല, അവരോട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയല്ല. അത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരെ അങ്ങനെയുള്ള തോന്നിവാസം ചെയ്യാൻ പാടുള്ളതുമല്ല. അത് റസൂൽ കൽപ്പിച്ചതുമല്ല, അത് സഹാബാക്കൾ ചെയ്തിട്ടുമില്ല, അത് താബിഈങ്ങൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്നതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്ത് കൽപ്പിക്കുന്നതും ആഹ്വാനിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിനെതിരല്ല സത്യവിശ്വാസികൾ. അതേ സമയത്ത് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെല്ലുന്ന വിഭാഗം കാട്ടുന്ന തോന്നിവാസങ്ങളിൽ പെട്ടതാണ്. ഖബറാളികളിലേക്ക് ചെന്നാൽ അവരോട് ചോദിക്കുക എന്നതായ അക്രൂര കൃത്യം. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ രോഗം ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലിട്ട് അവന് സുഖം നൽകി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവൻ ഒരു ഒട്ടകത്തെ പോലെയാണ്. ഒട്ടകത്തിന്റെ ഉടമ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് പിന്നെ ഒട്ടകത്തെ അഴിച്ചുവിട്ടാൽ ഒട്ടകത്തിന് ഒന്നും മനസ്സിലാവുകയില്ല, എന്തിനാണ് കെട്ടിയിട്ടത്, എന്തിനാണ് അഴിച്ചുവിട്ടത്, രണ്ടും അറിയുകയില്ല എന്നതുപോലെയാണ്. എന്തിനാ എനിക്ക് രോഗം ബാധിച്ചു, എങ്ങനെ എനിക്ക് രോഗത്തിൽ സുഖപ്പെടാൻ സാധിച്ചു എന്നൊന്നും മനസ്സിലാക്കാനുള്ള തന്റെ ഇടമോ ഒരുക്കമോ തയ്യാറെടുപ്പോ സത്യവിശ്വാസി അല്ലാത്തവർക്ക് ഉണ്ടാവുന്നതല്ല, അള്ളാഹുമായി ബന്ധമില്ലാത്തവർക്ക് ഉണ്ടാവുന്നതല്ല. അള്ളാഹുമായുള്ളതായ യഥാർത്ഥ ബന്ധം, യഥാർത്ഥത്തിൽ ബന്ധപ്പെടേണ്ടതുപോലെയുള്ള ബന്ധം ആരിൽ നിന്നിട്ട് ഉത്ഭവിച്ചു, അങ്ങനെയുള്ളവർക്കുള്ളതായ നേട്ടമാണ്. അവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും, അവരുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫി ചെയ്യും. ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ പരലോക മോക്ഷം അവന് ലഭിക്കുകയും ചെയ്യും. അവൻ ഈമാനോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. ധാരാളം കാര്യങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയതായ നബിമാരിൽ നിന്നിട്ടും മുമ്പ് കഴിഞ്ഞതായ ഉമ്മകളിൽ നിന്നിട്ടും പഠിക്കേണ്ട പാഠത്തെക്കുറിച്ച് ഇന്ന് മദീന ഇമാമ് നീട്ടി വലിച്ച് പരത്തി പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ മുഴുവനായി നമുക്ക് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു പറയുന്നു ഖുർആനിൽ, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. ഇതാണ് മുഖ്യം. ഏത് മുൻഗാമികളുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളാകുന്ന നബിമാരുടെയും അവരുടെ ബാക്കിൽ അണിനിരന്നവരുടെയും ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനെ പിൻപറ്റി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും അനുസരിച്ചു, എന്നാൽ എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഫൗലൈക, ആ വിഭാഗം മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നല്ലൊരു വിഭാഗം. വഹസുന ഉലൈക റഫീഖ, അല്ലാഹുവിന്റെ ദൂതന്മാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരൊക്കെയാണ് പരലോകത്തിൽ ഇവരുടെ കൂട്ടുകാരായി വരിക, നല്ലവരുടെ കൂട്ടുകാരായി വരിക. അതുകൊണ്ട് അള്ളാഹു നശിപ്പിച്ച ആദ്, സമൂത്ത് ഗോത്രക്കാർ, ഫിറഔന്, ഹാമാന്, ഖാറൂന് പോലത്തതായ വിഭാഗം, അവർ അള്ളാഹു നശിപ്പിച്ച വിഭാഗം, ആ വിഭാഗത്തിന്റെ എല്ലാം ചരിത്രം വിട്ടുകിടക്കുമ്പോൾ അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർ, എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർ, നബിമാരുടെ ബാക്കിൽ അണിനിരന്നവർ, അവർക്ക് ലഭിക്കുന്ന നേട്ടമാണ്. ഈ മുമ്പ് പറഞ്ഞ വിഭാഗത്തിന്റെ ബാക്കിൽ അണിനിരന്നവർ അവരുടെ കൂടിയാണ് പരലോകത്തിൽ. ഹാറൂനിന്റെയും ഹാമാന്റെയും ഫിറഔന്റെയും കൂടെയാണ് അങ്ങനെയുള്ള വിഭാഗം. പക്ഷെ അതേ സമയത്ത് നേരെ മറിച്ച് ജീവിച്ച വിഭാഗം ആരുടെ കൂടിയാണ്? നബിമാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ. വഹസുന ഉലൈക റഫീഖ, എന്തോ ഒരു കൂട്ടുകാർ, എന്തോ ഒരു നല്ല കൂട്ടുകാരാണവർ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗത്തിൽ പെടാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു ആ ഇനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ചുരുക്കത്തിൽ ഈ ഇഅ്തിബാർ എന്ന വിഷയം വലിച്ചു നീട്ടി പറയേണ്ട വിഷയമാണ് എങ്കിലും നമ്മുടെ സമയത്തിന്റെ കുറവ് കാരണത്താൽ ഞാൻ സമാപിക്കുന്നു. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് സലഫ്
സലഫുസ് സാലിഹീങ്ങളായ മഹാത്മാക്കളുടെ മുമ്പന്മാരുടെ ജീവിതചര്യ മനസ്സിലാക്കി അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ബേക്കിൽ അണിനിർന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ട് ഈ ഖുതുബയുടെ സമാപനത്തിൽ മദീന ഇമാം പറഞ്ഞതുപോലെ മുഹാസബത്തുൻ നഫ്സ് നടത്തി, നമ്മുടെ ശരീരത്തെ തന്നെ വിചാരണ നടത്തി, പുതിയ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇനി മേലിൽ ഈ വരാൻ പോകുന്ന വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പട്ടികയെ നന്നാക്കാൻ, നല്ല ക്ലിയറായ വെളുത്ത പട്ടികയാക്കി മാറ്റാനുള്ള ചുറ്റുപാട് നമ്മുടെ പ്രവർത്തനം കുറിക്കേണ്ടതാണ് എന്നതാണ് മദീന ഇമാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ അല്ലാഹു നമുക്ക് ഇവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദ അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅറാദ ബിലാദ അൽ ഹറമൈൻ സൂഅൻ اللهم فاشغله في نفسي اللهم اجعل تدميره يا حي يا قيوم. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول عمل. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരായ സഹോദര സഹോദരിമാർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റട്ടെ, അവരിൽ നിന്നിട്ട് രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.